മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നതാണ്. വഖഫ് ബോർഡിന്റെ വിഷയം, വഖഫ് ബോർഡിലേക്ക് ആളുകളെ കയറ്റിയതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കുറെ വീഡിയോ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കണക്കൊന്നുമല്ല അവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് വേറൊരു ടൈമിലാണ്. അതിലിപ്പം കുറെ അധികം പേര് സമരത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ളവരൊന്നും സമരത്തിന് ഇറങ്ങാൻ പോകരുത്. കാരണം ദേ വിൽ ടാർഗറ്റ് യു. ടൈം വരുന്നത് വരെ മൗനമായിട്ടിരിക്കുക. സമരങ്ങൾക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന മുത്തുമണികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അകത്താക്കും. പിന്നീട് പുറം ലോകം കാണാൻ നല്ല കഷ്ടപ്പാട് പെടേണ്ടി വരും. അപ്പൊ കാം ഡൌൺ ആയിട്ടിരിക്കുക. സമയം വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാം. നത്തിങ് വിൽ ഹാപ്പൻ. 100 വർഷം ഇവിടെ കുത്തുവിളക്ക് പോലെ പരിച്ചിട്ട് പോയിട്ടും നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇഷ്ടമാത്രം. താങ്ക് യു. എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ. താങ്ക് യു സക്കീർ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് വളരെ നന്ദി, വളരെ നന്ദി. ചില നേരത്തൊക്കെ ഞാൻ വല്ലതൊക്കെ പറയുമെങ്കിലും സത്യമായിട്ട് നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് സക്സസ് ആയത്. പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് മീറ്റപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ വളരെ രാജകീയമായിട്ട് തന്നെയാണ് പോയി എല്ലായിടത്തുനിന്നും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതത് മേഖലകളിൽ ചെല്ലുമ്പോൾ അതത് ജില്ലകളിലുള്ള ആൾക്കാർ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. ഇത് എന്റെ മാത്രം വിജയമാണെന്ന് വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഈ ഓരോ കാര്യങ്ങൾ എടുക്കാനും ഹായ് അമ്മ ഇന്ന് പൊളിക്കുന്നവള് ഇത് ഓരോ കാര്യങ്ങൾ എടുക്കാനും നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂടെ നിന്നതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരു കാര്യം പറയണം കേട്ടോ, പറയാതെ പാടില്ല. ചിലരൊക്കെ ഉണ്ടല്ലോ പാവം, അവരെ കൊണ്ട് പറ്റത്തില്ല, ഒന്നും ഇല്ല കേട്ടോ. അതില് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പയ്യനുണ്ട്, പാവമായിട്ട്. അവനൊരു ഐ തിങ്ക് കോഴിക്കടയിൽ എന്തോ ഹെൽപ്പറായിട്ട് എന്തോ നിൽക്കണം. തത്ത എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, ഒരു 100 രൂപ ഇട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ കുഞ്ഞു പറഞ്ഞു നീ പൈസ ഒന്നും അയക്കണ്ട, പകരം എനിക്കൊരു സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന കണക്ക് സപ്പോർട്ട് എനിക്കറിയില്ല. 1 കോടി രൂപ വന്നാൽ പോലും ഒരാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നല്ല. എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമുക്കെതിരെ ഇടുന്ന വീഡിയോസ് അതൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് നമുക്ക് തരുന്ന അതുപോലൊരു മാസ് സപ്പോർട്ടർ വേറെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അമ്മാതിരിയാണ് ആ കുട്ടി നിൽക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒന്നിച്ച് നിൽക്കുന്ന അഹമ്മദ്, ഷിനു എന്ന് വേണ്ട ഒത്തിരി പേരുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാനിതിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ. ഇനി എന്റെ കുറച്ച് വർക്കും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ പലരും പറയും, ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ കുറെ പേര് മീൻസ് ഇതിന് മുമ്പ് എന്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ കുറെ പേര് പരാതി പോലെ പറയും, ഓ അവരൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം, അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ പ്രശ്നം എന്തെന്ന് പറയുമ്പോൾ ഐ എക്സ്പെക്ട് മോർ. ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ച് അധികം എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് തെറ്റായിട്ട് ധരിക്കേണ്ട. യു ഗൈസ് ആർ റോക്കിംഗ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റാണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഈ അവഹേളനത്തിന് മുത്തുപുള്ളി, അതായത് ഫുൾ സ്റ്റോപ്പ് വെക്കാൻ പറ്റും എന്നുള്ളത് സത്യം. ഷെഫീൻ ആരിഫ് ഹുസൈൻ എന്തോ വല്ലാത്ത ക്ഷീണമുണ്ട്. ജൂതന്മാർ പഴയ പോലെ ഇപ്പോൾ കരിക്ക് വെള്ളം കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇട്ട വീഡിയോ കുറെ പേര് എടുത്തുകൊണ്ട് പോയത് കണ്ട് സന്തോഷം. മാക്സിമം എല്ലാവരും അത് ഷെയർ ചെയ്യണം. കാരണം ഞാനിത് ഈ എഫർട്ട് എടുത്തതിന്റെ പിന്നിലും അത് ഒരമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ആ അമ്മയെ കൊണ്ട് പറയിച്ച എന്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ തന്നെ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഇക്കാര്യം നിങ്ങൾ തുറന്നു തന്നെ പറയണമെന്ന്. അപ്പം അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ മെനക്കെട്ട് എടുത്തോണ്ട് വന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. അവർ പറയുന്ന മൈന്യൂട്ട് സാധനങ്ങൾ പബ്ലിഷ് ചെയ്യാവർക്കൊക്കെ കഴിയുന്നുണ്ടല്ലോ. ഹാപ്പി ടു സീ യു ഓൾ സക്സസ് സ്റ്റേജ്. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ യുക്തിവാദി ഗ്രൂപ്പുകളിലും ഞാൻ മുൻപ് ഇസ്ലാമിക വിമർശനം നടത്തിയതൊക്കെ എടുത്തു വെച്ചിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്റെ ഒപ്പം നിൽക്കുന്നവർ അടുത്തും പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷെഫീന അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായി സംസാരിച്ച ആളല്ലേ, അവരെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ അടുത്താണ്. ബിക്കോസ് അത്രത്തോളം തീവ്രമായ ഇസ്ലാമിസ്റ്റുകൾ പോലും എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ വന്ന് നിൽക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഈ ലൈവിൽ തന്നെ പറയണത് ഒത്തിരി പേരുണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറെ അധികം കുട്ടികൾ വന്ന് നേർസാക്ഷ്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഞാൻ പിന്തിരിഞ്ഞ് നടന്നത്. കാരണം ചിലതൊക്കെ നമ്മൾ അടിച്ച് വിശ്വസിക്കുന്ന രീതിയിലാണ് ഇവർ നമ്മളടുത്ത് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾക്ക് ഒരു പരിമിതിയുണ്ട്. കുട്ടികളെ തിരുത്തുക എന്നുള്ളത് ഒരു പരിമിതിയുണ്ട്. ഒളിച്ചിരുന്ന് തിരുത്തുക എന്നുള്ളത് ഒരു പരിമിതിയുള്ള കാര്യമാണ്. അതേസമയം നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മൾ ഇവർക്കെതിരെ വാറാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എത്ര കുട്ടികൾ വന്നു എന്നറിയാം, എത്ര പിള്ളേർ അതിനകത്ത് ബാധിക്കപ്പെട്ടു എന്നറിയാം. ഇനിയും അവർ ഇരകളെ കാത്തിരിക്കുകയാണ്. സ്ത്രീ ലംബടന്മാരും ആഭാസന്മാരും കള്ളും കഞ്ചാവിനും വേണ്ടി മാത്രം യുക്തിവാദം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികെട്ട എച്ച് മുസ്ലിം കൂട്ടായ്മയെ തകർക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു സാമൂഹിക വിപത്താണ് അവറ്റകൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെതിരെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത്. കെടുകാര്യസ്ഥത ഒരുപാടുണ്ട് അതിനകത്ത്. ഞാൻ കുറച്ച് മാത്രം, നിങ്ങൾ കണ്ടത് ഒരു 5% ഉള്ളൂ. 95 ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ എന്തായാലും അത് ഞാൻ പുറത്തേക്ക് വരും. ഒറ്റയടിക്ക് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടും അത് താങ്ങത്തില്ല, കേൾക്കുന്നവർക്കും അത് താങ്ങത്തില്ല. മാത്രവുമല്ല
ഞാനും എന്റെ മക്കളും കൊല്ലപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ലോലി പുറത്തേക്ക് വിടുന്നത്. അതൊരു വലിയ റാക്കറ്റാണ്. സോ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും വേണം. തീർച്ചയായിട്ടും 1 by 1 ആയിട്ട് ഓരോരുത്തരെയും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നെ ചില പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, എക്സ്ക്യൂസ് മീ ഒന്ന് ക്ലോസ് ചെയ്യാം, ചില പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ഒരുപാട് പേരുണ്ട്. യുക്തിവാദികൾ എന്ന മുസ്ലിം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് യുക്തിവാദികൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ 2 years ബിഫോർ തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ വിഭാഗീയതയുണ്ട്. പക്ഷെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭയത്തിലാണ് അവരിതൊന്നും പുറത്തു പറയാതെ മൗനമായി ഇത് സഹിച്ചുകൊണ്ട് പോകുന്നത്. വാസ്തവത്തിൽ അതല്ല സത്യം. ഇസ്ലാമിന്റെ പേരും വെച്ചുകൊണ്ട് ഇവർ തന്നെയാണ് അവരെ ആക്രമിക്കുന്നത്. ഇപ്പോ ഞാനിന്നൊരു മുന്താസിന്റെ കാര്യമല്ല, ഷെഫീന, പരമാവധി താങ്കളുടെ പ്രോഗ്രാം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്താണ് താങ്കൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പാലക്കാട് ജില്ല ആലത്തൂർ സ്വദേശിയാണ്. എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അറിയാം. 100% എന്നെ കോൺടാക്ട് ചെയ്യണേ പ്ലീസ്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്തൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക, നമുക്കിത് എങ്ങനെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്. ആദ്യം എനിക്കൊരു പകപ്പുണ്ടായിരുന്നു. കാരണം സ്ത്രീ ഒരുത്തി പറയുന്ന സജഷൻ ഇവർ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ സ്ത്രീയോ പുരുഷനോ വ്യത്യാസം ഇല്ലാതെ പറയുന്നത് കൃത്യമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു വിഭാഗം ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അതിലെ ഈ ഉസ്തു ടീമുകളൊന്നും അടുക്കുന്നില്ല. ബട്ട് ജനങ്ങളായിട്ടുള്ള, അതായത് സാധാരണക്കാർക്ക് ഞാൻ പറയണ പിടി കിട്ടുന്നുണ്ട്. ആ ഒരു വഴി കൂടെ പോയാൽ മാത്രം, അതായത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. നമ്മൾ കള്ളനെ പിടിക്കണമെങ്കിൽ കള്ളന്റെ വഴി കൂടെ സഞ്ചരിക്കണം, വേണ്ടേ? നമ്മളിപ്പോ സത്യവാനായിട്ട് നിന്നുണ്ടെങ്കിൽ കള്ളനെ പിടി കിട്ടത്തില്ല. കള്ളൻ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ കള്ളത്തരം അവൻ കാണിക്കാനുണ്ട്, ഏത് വഴി കൂടെ ഏത് മതിൽ അവൻ ചാടും, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അവനെ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും. എല്ലാ പോലീസുകാരന്മാരുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ പോലീസ് ക്രിമിനലായിട്ട് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഇവിടെയും വേണ്ടത്. അവരേത് വഴി കൂടെ പോകുന്നു ആ വഴിയുടെ അപ്പുറത്തെ വഴി കൂടെ നമ്മൾ സഞ്ചരിച്ചത് ബ്ലോക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. ഇത് ബാധിക്കപ്പെടുന്ന പെണ്ണുങ്ങളായതുകൊണ്ടാണ് ഞാൻ മുൻപിട്ട് ഇറങ്ങി നിൽക്കുന്നത്. സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇനി അത് അനുസരിച്ച് ജീവിച്ചുകൂടെ? ഞാൻ അതനുസരിച്ചിട്ട് തന്നെയാണ് കുട്ടി ജീവിക്കുന്നത്. ഹായ് എലിസബത്ത് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല മോളെ, നോക്കിയിട്ട് പറയാം കേട്ടോ. സത്യമാണ്, സാമൂഹ്യ വിപത്താണ്. അഫ്കോഴ്സ് ഞാൻ ഉസ്തു ടീമാണ് കേട്ടോ. അതെനിക്കറിയാം. നിങ്ങൾക്ക് ഭയങ്കര ദുഷ്ടത്തരമാണ്. നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുട്ടയിൽ കൂടോത്തരം ചെയ്തു തരും ബാത്തുഷ. അതോടെ നിങ്ങളുടെ അഹങ്കാരം അങ്ങ് അടങ്ങും. നിങ്ങൾക്കൊക്കെ മതം അറിയാമെന്നും ഖുറാൻ നന്നായിട്ട് അറിയാമെന്നുള്ള അഹങ്കാരമല്ലേ ഇത് ഞാൻ പഠിക്കും. നിങ്ങൾക്കൊരു മത്സരാർത്ഥിയായിട്ട് എന്നെ ഇപ്പുറത്ത് പ്രതീക്ഷിക്കാം. ചെക്ക്. ഹാർപ്പിക്കിന്റെ പേടി സ്വപ്ന സബീന. എന്ത് പേടി? എനിക്കതല്ല, ഇന്നൊരു കുട്ടീനെ തിരുത്തിയതിന്റെ അകത്തുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അവളൊന്ന് സാമർഥ്യം, ഒരു രക്ഷയില്ല. അങ്ങനെയല്ല. ആർപ്പിക്കിന്റെ പേഴ്സണൽ കാര്യം നമ്മൾ അറിയേണ്ടത്. അവന്റെ പേഴ്സണൽ കാര്യം നമ്മൾ അറിയേണ്ടത്. അവന്റെ പേഴ്സണൽ കാര്യം നമ്മൾ അറിയേണ്ടത്. അവന്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാ പോട്ടെ. അവന്റെ 2 പെണ്ടാട്ടിമാർ അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താ പെണ്ണിന്റെ അഭിപ്രായം? കഴിഞ്ഞത് വിട്ടേക്ക് ഷെഫീന. തെറ്റാർക്കും പറ്റും. അഫ്കോഴ്സ് അനുവദിച്ചു. തിരിച്ചു വന്നല്ലോ, റബ്ബ് തിരികെ തന്നല്ലോ. നെഞ്ചു വിരിച്ച് സംസാരിക്കുന്ന ഷെഫീന മോളെയും മകനെയും ഒരുപാട് ഇഷ്ടം. താങ്ക് യു ഇബ്രാഹിമേ. ഇതിലെ വിഷയം എന്താണെന്ന് അറിയാമോ? നമ്മൾ അനുഭവിക്കുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ പെൺകുട്ടികൾക്കറിയാം. അവരെ കൊണ്ട് അത് തുറന്നു പറയിക്കണം. കൂടുതൽ പേർക്ക് അവസരങ്ങൾ കൊടുക്കണം. അടിച്ചു പിടിച്ച് ചവിട്ടി പിടിക്കാതിരിക്കുക. അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവണം. നമ്മൾ ഇപ്പോൾ ഓരോ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത, ഒരു സന്തോഷം എന്ന് പറയുന്നത്, അവർ ഓരോ പെൺകുട്ടികളും അവരുടെ പിതാവിന്റെ പ്രിൻസസ് ആണ്. നമുക്കറിയാം അത്. പിന്നെ ഗ്രാജുവലി ആഫ്റ്റർ മാരേജ് ആണ് അവർ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ മാറണം. അത് ഗ്രാജുവലിയേ മാറുള്ളൂ, പെട്ടെന്നൊന്നും മാറത്തില്ല. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഈ ആൺകുട്ടികൾക്ക് കിട്ടുന്നതിനെക്കാട്ടിയും പ്രൊട്ടക്ഷനും എമൗണ്ടും സ്വത്തും പെണ്ണുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തുറന്നു പറയാതെ ഒളിച്ചു വെക്കുന്നത് കൊണ്ടാണ് പലയിടങ്ങളിലും ഇതുപോലുള്ള അപാകതകളും ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. അതിന് നമ്മൾ യുണൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കണം. എതിരെ വരുന്നത് ഇതിപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റിയിലുള്ള പ്രോബ്ലം ആണ് എന്ന രീതിയിൽ നമുക്ക് കൺസേൺ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് നമ്മളെ വംശത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വംശഹത്യകൾ നിങ്ങൾ കണ്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ആ യൂണിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. ആ യൂണിറ്റി ഇല്ലായ്മ മാത്രമല്ല, ചില വിവരക്കുറവ്. അതായത് പഠിപ്പിക്കുകയില്ല, അധികാരത്തിലേക്ക് വിടത്തില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കൊരു തോന്നലാണ് സ്ത്രീകൾക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴി തെറ്റുമെന്ന്. എപ്പോഴാണ് അവർ വഴി തെറ്റുന്നതെന്ന് അറിയാം? മതം പഠിക്കാത്തടത്താണ്. മതം നിങ്ങളെ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. മതത്തിൽ ഈ പറയുന്ന വ്യഭിചാരം, അഭിഹിതം, ഇതൊക്കെ പെൺകുട്ടികൾ ചെയ്യുന്നവർക്ക് മതബോധമില്ലാത്തതുകൊണ്ടാണ്. മതബോധമുള്ള ഒരു പെൺകുട്ടി അത്തരം തെറ്റുകളിൽ പോകില്ല. അത് നമ്മൾ കൃത്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ കുറവാണ് കുട്ടികൾ പോകുന്നത്. അല്ലാതെ മുസ്ലിമായിട്ടോ യുക്തിവാദം കൊണ്ടോ അല്ല. മതം പഠിച്ച ഒരു പെണ്ണും തെറ്റിലേക്ക് സഞ്ചരിക്കത്തില്ല. കഴുത്തറുത്ത് പോയാലും
അവൾ മറ്റൊന്നിലേക്ക് ചിന്തിക്കില്ല. അത് മനസ്സിലാക്കേണ്ടത് ഉസ്താക്കന്മാരും വീട്ടിലുള്ള ആണുങ്ങളുമാണ്. അത് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് പല പെണ്ണുങ്ങളും പല രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് വീട്ടുകാർ തരേണ്ടതല്ല. നമുക്കുള്ള ഫ്രീഡം നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ പെണ്ണും മനസ്സിലാവേണ്ട കാര്യമാണ്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. പകരം അവരെന്താ പറയുന്നത്, എന്നെ വീട്ടുകാർ വിടുന്നില്ല, എന്നെ വീട്ടുകാർ അത് ചെയ്യുന്നില്ല. അവരുടെ തെറ്റുകൾ, അവരുടെ കുറ്റങ്ങൾ, അവരുടെ കുറവുകൾ അത് അവരെ മനസ്സിലാക്കിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പ്രോബ്ലം സോൾവ് ആവും. ഇതൊരു ചെറിയ വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ്ലി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. വഖഫ് ബോർഡിന്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അത് ഒരു കളവിന്റെ മൂലം പിടിച്ചിട്ടുള്ള ഒരു കള്ളത്തരത്തിന്റെ മറ്റൊരു ടേമിൽ നിന്നുകൊണ്ട് നമ്മളെ പറ്റിക്കാനും ചതിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ഈ പറയുന്ന കണക്ക് വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ വഖഫായിട്ട് നമ്മൾ കൊടുക്കുന്ന, അതായത് ഇസ്ലാമിയർ കൊടുക്കുന്ന പ്രോപ്പർട്ടി സൂക്ഷിക്കാനായിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി വെക്കുന്നു. ആ ബോർഡിലുള്ള അംഗങ്ങൾ ഇസ്ലാമിയർ തന്നെ വേണമെന്നുള്ളത് ഒരു നിഷ്ഠയാണ്. ദേവസ്വം ബോർഡിൽ ഇസ്ലാമിയരൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ വഖഫ് ബോർഡിന്റെ കേസ്. സഭകളിൽ ഇസ്ലാമിയരെ കുത്തി കയറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിക്കാരെ സഭക്കാരുടെ സ്വത്ത് വിഭാഗത്തിൽ കയറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതുപോലെ ജസ്നയെ പഠിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഒളിവിൽ പോകേണ്ടി വരില്ല. ജസ്ന വേറൊരു കാറ്റഗറിയാണ്, എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ജാമിദിക്ക് മതം അറിയില്ല. ഹൗ ഡു യു നോ ദാറ്റ്? അവർക്ക് മതം അറിയില്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒരു നാളിൽ ഞാൻ ദുആ ചെയ്യുന്നത് പോലെ ആവും ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. ഹായ് ഷെരീന, സുഖം സുഖം സുഖം. മൈൻഡ് ചെയ്യും മാം. നുസൈബ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് മൈൻഡ് ചെയ്യാത്തതാണ്, അല്ലാതെ കാണാനിട്ടാണ് കേട്ടോ. സോറി. ജസ്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ FB യിൽ താങ്കളുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ടിരുന്നു. നിങ്ങളുടെ നല്ല പ്രവർത്തനം ഇനി മറ്റുള്ളവരെ എത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. താങ്ക് യു. FB പോകത്തില്ല കേട്ടോ. FB കാലങ്ങളായിട്ട് ചത്ത് കിടക്കുന്നു. അത് നോക്കണ്ട. അതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. റിപ്പോർട്ട് അത്രയ്ക്കുണ്ട്. അത് ഇന്നും നാളൊന്നുമില്ല. മിനിമം ഒരു വർഷമെങ്കിലും കഴിഞ്ഞാൽ എന്റെ FB ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ FB നിങ്ങൾ നോക്കണ്ട. യു ആർ സ്ട്രോങ് ലേഡി. മേക്ക് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വീട്ടമ്മമാരെ യൂട്യൂബ് ചാനലിലെ ലൈവിലും ഷഫീന ജിയുടെ സപ്പോർട്ട് ചെയ്ത് ചർച്ച നടക്കുന്നുണ്ട് മാം. ഞാനും 2 ചാനലിൽ മാഡത്തിനെ കുറിച്ച് ചർച്ച കണ്ടു. ആണോ? ഹായ് ഷെഫീന, സുഖം. യു ആർ എ സ്ട്രോങ് ലേഡി. താങ്ക് യു. ഷെഫീന, ചീത്ത വാക്ക് പറയാൻ താല്പര്യപ്പെടാത്ത എന്നെ ചീത്ത വാക്ക് പറയാൻ പ്രേരിപ്പിച്ച ആരിഫ് ഹുസൈൻ എന്ന കാമിത എന്ന കണ്ണന്റെ കുന്നംകുളർ അതേ പോലീസ് പൊക്കിയില്ലത്. അതെങ്ങനെയാണ്? പോലീസ് അവളുടെ ആളല്ലേ? നോ പൊക്കൽ. അത് ജസ്റ്റ് പ്രഹസനം മാത്രമാണ്. ബട്ട് സ്റ്റിൽ നിയമമുണ്ടല്ലോ, അതുപോലെ. യു ആർ റൈറ്റ് മാഡം. താങ്ക് യു. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആക്റ്റീവ് ആയിക്കൂടെ? ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. മോനാണ് അത് ഹാൻഡിൽ ചെയ്യണത്. ആൻഡ് അവൻ ഭയങ്കര ബിസിയാണ്. പിന്നെ അവന്റെ കാലിൽ പിടിച്ച പിന്നെ അയാൾ തോളി കയറുന്ന സാധനം. അതുകൊണ്ടാണ്. നോക്കാം, ശ്രമിക്കാം. ഇപ്പോഴത്തെ ഈ സ്പീച്ചിനൊന്നും ഇൻസ്റ്റാഗ്രാമിൽ വലിയ വാല്യൂ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ കുണിക്കിനഴകി ഇതൊക്കെ ഇടണം. എന്നെ കൊണ്ടൊന്നും ഒറ്റത്തില്ലടേ. അതുകൊണ്ടാണ്. അരുണേട്ടൻ എവിടെ മുങ്ങി കാണും. ഷെഫീന കഴിച്ചോടാ. എന്ത് കഴിച്ചു? ചെയ്തലവി. ബാക്കിയെല്ലാ നിയമങ്ങളും സുപ്രീം കോടതിയുടെ അണ്ടർ ആയിരിക്കുമ്പോൾ വാക്ക് മാത്രം എന്തിനാണ് സുപ്രീം കോടതിക്ക് മുകളിൽ നിൽക്കേണ്ട കാര്യം? വഖഫ് മാത്രം സുപ്രീം കോടതി. വഖഫ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത മന്ദബുദ്ധികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നത്. വഖഫ് ബോർഡ് ഞാൻ വീണ്ടും പറയുന്നു, റിപ്പീറ്റഡ്ലി, നിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ നിങ്ങളാൽ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണത്. അതിന് ഗവൺമെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്വത്ത് ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ടാണ് ആ പ്രോപ്പർട്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. ആ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ വഖഫിന് അത് എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്താം എന്നതിനപ്പുറം അതൊരു വ്യക്തിഗതമായിട്ട് ക്രയവിക്രയം നടത്തിയതിന്റെ പേരിലാണ് ആ അലസണ്ട വന്നിട്ടുള്ളത്. അവിടെ ആ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രശ്നമുണ്ടാക്കിയ ആ ക്രൈസ്തവ വിഭാഗക്കാരോ ആ വഖഫ് ബോർഡ് അധികാരികളോ അല്ല തെറ്റുകാര്. അതിനകത്ത് ഇടയ്ക്ക് കളിച്ച കുറച്ചു പേരാണ് തെറ്റുകാര്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ആ വിഭാഗത്തിനെ മാറ്റി നിർത്തുന്നതിന് പകരം ഇതിനകത്തേക്ക് ആളെ കയറ്റണം എന്നൊരു കാര്യം വന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? വഖഫിന്റെ അധികാരത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? പള്ളികൾ വരും, ഇല്ലേ? ഇനി കമ്മിങ് ഡേയ്സിൽ പള്ളികൾ പൊളിക്കാനുള്ള ശ്രമങ്ങളാണ്. അപ്പം അതിന് വഖഫ് അധികാരികളായിട്ട് ഇരിക്കേണ്ടത് അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കണം. 2 സംഖ്യകൾ അതിനകത്ത് കുത്തിക്കയറ്റിയാൽ മാത്രം തീരാവുന്ന കുത്തിക്കഴപ്പാണത്. ഈ വസ്തുവകകൾ തച്ചുടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപം, ആ കലാപത്തിൽ കൂടെയുള്ള വംശഹത്യ, അതാണ് അവർ നോക്കുന്നത്. പല രീതിയിൽ അവർ ശ്രമിച്ചു. ഒരു രീതിയിലും പ്രാക്ടിക്കൽ ആകാത്ത ഒരു സാധനത്തിന് വംശഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് അവർ വഖഫ് ബോർഡിലെ ഈ ഒരു ഭേദഗതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എന്റെ പ്രതീക്ഷയാണ്. എനിക്കറിയില്ല. അത് നമ്മൾ ഡീൽ ചെയ്യുന്ന വിധത്തിലായിരിക്കും അടുത്ത് നടക്കുക. അവരെപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കേരളത്തിലാണ് ഇത്രയധികം പെർസെന്റേജ് ഉള്ളത്. UP ഓൾറെഡി അവർ കൈയടക്കി വെച്ചിട്ടുണ്ട്. UPയിലുള്ള എല്ലാ മുസ്ലിംസും ഭയപ്പെട്ടിട്ടാണുള്ളത്. മെജോറിറ്റി ഉള്ള ഇസ്ലാം വിഭാഗക്കാർക്കിടയിലേക്ക് അവർ BJPക്കാർക്ക് അത്രയും മൂല്യമുള്ള, അത്രയും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നവരെ കൊണ്ട് ഇറക്കണം. ഇപ്പൊ ഇവിടെ പിണറായി വിജയന് പകരം മോങ്ങിയാണ് ഇരിക്കുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മളുടെയൊക്കെ ഒരു ഗതിയെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതേപോലെ ആൾക്കാരെയാണ് അവരിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടിമ കോവിയെ കൊണ്ട് ഒരു വാഴയെ നടക്കത്തില്ല, നമുക്കറിയാം. വെറുതെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോയൊക്കെ കാണിച്ചാൽ പട്ടി ചോദിച്ചാണ് വാരി എറിയും നമ്മള്. അത് വേറെ. നല്ല എഡ്യൂക്കേറ്റഡ് ഫെലോസ് ആണ് കേരളത്തിലുള്ളത്.
അതേപോലെ മുസ്ലിമിലുള്ള കുട്ടികളുടെ അടുത്ത് എഡ്യൂക്കേഷൻ ആണ് മസ്റ്റ് എന്ന് പറയാം. ആണും പെണ്ണും പഠിക്കേണ്ടത് പഠിത്തമാണ്. അത് വെറും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരിക്കരുത്. കൃത്യമായിട്ടുള്ള, അതായത് ഈ ഭരണ തലങ്ങളിലേക്കെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എടുത്തേ മതിയാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ മലബാറിലായാലും നമ്മുടെ ഇപ്പൊ എന്റെ നാട്ടിലായിരുന്നാലും ശരി തന്നെ, മിനി ദുബായ് എന്നൊക്കെയാണ് ഏകദേശം പറയുന്നത് ദേശത്തിനെ പറയണം. കാരണം എല്ലാ വീട്ടിൽ നിന്നും എല്ലാം ദുബായിക്ക് അങ്ങ് പറന്നു പോവുകയാണ്. കൂടുതലും ആൾക്കാർ ദുബായിലേക്കാണ് പോകുന്നത്. അത് എല്ലാ മതത്തിലുള്ള നമ്മുടെ നാട്ടിൽ അങ്ങനെ മതബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ളവരെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും ദുബായിലാണ് ഉള്ളത്. അപ്പം അങ്ങനെ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അത് മാറിയിട്ട് വീട്ടിൽ ഒരാൾ സർക്കാർ തലങ്ങളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് അനിവാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല, നമ്മൾ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജയിലിൽ പോകാൻ വേണ്ടി കുറെ ദിവസമായി പുളയുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ജസ്നയെ പോലെ കാണില്ല. ഒടുവിൽ കണ്ണൻ തന്നെ ക്ലൈമാ സൂപ്പറാക്കി കൊടുത്തു. മോനെ രാധ പറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിയിരുന്നു ഇത്ത. പടച്ചവനോട് പറഞ്ഞു, കാരണം അവൾ പറയുന്നത് കളവാണെന്ന് അറിയാമായിരുന്നു. ബ്ലാക്ക് പെൻഡർ എനിക്ക് പക്ഷെ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. കൊച്ചിനെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനും അത് തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. അവന്റെ കൂട്ടുകാരും ഒക്കെ അവനെ കളിയാക്കുന്നതിനപ്പുറം ആ സ്ത്രീയുടെ എനിക്ക് സത്യത്തിൽ അതൊരു നല്ല ടേമായിട്ടാണ് തോന്നിയത്. ബിക്കോസ് ഒരാളും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അതിനെ അവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാളിതുവരെ അവൾ പറ്റിച്ച ആണുങ്ങളൊക്കെ തന്നെ അവൾ കേസ് കൊടുത്ത എല്ലാ ആണുങ്ങളും സുരക്ഷിതരാണ്. അതൊരു വലിയ പോയിന്റ് അല്ലേ. അപ്പൊ അതിന് എന്റെ മോൻ ബലിയാടാക്കപ്പെട്ടെങ്കിൽ എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചീഞ്ഞിട്ടാണെങ്കിൽ പോലും ആ സത്യം പുറത്തേക്ക് വന്നില്ലേ, ഒരാളും വിശ്വസിക്കത്തില്ല എന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. അവൻ ഇന്നവരെ ഒരു കുട്ടികളെ ഉപദ്രവിച്ചിട്ടോ അങ്ങനെ അവൻ ചെയ്യില്ല. പക്ഷെ അവനെ പറയുന്നവർക്ക്, ഈസി ആയിട്ട് ഷെഫീനായെ ഒതുക്കാൻ വേണ്ടി മക്കളെ നേർക്ക് കല്ലെറിയുന്നവർക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, അതുങ്ങളെ തൊട്ടാൽ അതേ രീതിയിൽ കിട്ടും എന്നുള്ളത് തർക്കമേ ഉണ്ട്. വായി കിളിച്ച് വർത്താനം പറഞ്ഞൊക്കെ കിട്ടിയില്ല, അണ്ണാക്കി കിട്ടിയില്ലേ, ഒളിച്ചു നടക്കേണ്ട ഗതികേട് വന്നില്ലേ. ഞാനും കുഞ്ഞും പോയത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇളയ വാവയും കൊണ്ടാണ് ഞാൻ പോയത്. പോയതിന്റെ കാരണം തന്നെ ഞാൻ മഹല്ല് കമ്മിറ്റിക്കാരെ കാണാനാണ് പോയത്. അതിന്റെ റിപ്പോർട്ടാണ് ഹസൻ എടുത്ത് പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിവിടെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. സുരേഷ് ഗോപിന്റെ അണ്ണാക്കിൽ കനിമൊഴി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, നോക്കട്ടെ. ഒത്തിരി ഇഷ്ടം ചേച്ചി. താങ്ക് യു ഇഷാറിജി. അത് കാമിതാന്റെ അല്ല, ഫിജോയുടെ ബുദ്ധിയാണ്. ഫിജോയാണത്. ഫിജോ ഒക്കെ അറിയാം എന്റെ കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, പുഴുത്ത് തീരാനുള്ള ഒരു കേസാണ് ഫിജോ. ഫിജോയ്ക്കാണ് എന്റെ മക്കളുടെ പിറകെ നടപ്പ്. എനിക്ക് നോവുന്നത് എന്റെ കുട്ടികളെ തൊടുമ്പോഴാണ്. അതവർക്ക് അറിയാം. അതുകൊണ്ടാ നമ്മളിൽ തന്നെ ഉണ്ട് യൂദാസ്. അതാണ് വക്കഫിൽ സംഭവിച്ചത്. വക്കഫില് നമ്മളെ ആൾക്കാരൊന്നും അല്ലെന്നേ. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. വക്കഫ് ബോർഡിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് പള്ളികൾ, ഇല്ലേ? വൈ ദിസ് ഗൈ ഈസ് കോളിംഗ് മീ, ഐ ഡോണ്ട് നോ. എടുത്തോണ്ട് വരാം. കമണ്ട്രാ ഏണി മണ്ണ പോണൂന്ന. ഇതല്ലല്ലോ. യോ, ഞാൻ റീച്ച് ആക്കി വെച്ചതാണ്. അല്ലാണോ? ആവട്ടെ. ഹലോ സയ്യദ്. ഹായ് ചേച്ചി. ചേച്ചിയുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. എനിക്ക് ചേച്ചിയുടെ സംസാരം വളരെ ഇഷ്ടമാണ്. സത്യം. താങ്ക് യു. ഇപ്പൊ റെഡിയായാ? ആ രണ്ട് മുട്ടയിൽ കൂടോത്രം ചെയ്താണെന്ന് തോന്നുന്നു. ആദ്യമായാണ് താങ്കളുടെ ലൈവ് കാണുന്നത്. ആണോ സുമേഷേ? ലൈവ് പ്രോഗ്രാം കാണുന്നത്. എല്ലാവിധ ഭാവങ്ങളും ആയുരാരോഗ്യങ്ങളും നേരുന്നു. ഇപ്പോൾ ജോലിയിലാണ്. ഒഴിവ് സമയത്ത് ബാക്കി കണ്ടോളാം. പല വിഷയങ്ങളും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. താങ്ക് യു. ഇപ്പൊ ഓക്കെ. ഞാൻ പറഞ്ഞോണ്ടത് ഞാൻ മറന്നുപോയി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഓർത്തു വരാം. ഷാജി പറ, ഞാൻ എന്തോ പറഞ്ഞോണ്ട് വന്നേ. അതുപോലെ വക്കഫിന്റെ വിഷയമാണോ? ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നേ, പക്ഷെ അത് ഓപ്പൺ ആകുന്നില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്യൂൺ. ഇറ്റ് ഈസ് നോട്ട് ഓപ്പണിംഗ് ആൻഡ് പ്രോപ്പർ ടൈം.